മകളെ, ജെറുസലേം പ്രെയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഓരോരുത്തരുടെയും കണ്ണുനീരും പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരിയേറെ കണ്ണുനീരോടെ വചനം കേൾക്കുന്നവരുണ്ട്. ഈ വചനം നമ്മുടെ ജീവിതത്തിന് വലിയ ആശ്വാസം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനേക മക്കളിലേക്കിത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മളിലൂടെ ഏതെങ്കിലും ഒരാളെങ്കിലും രക്ഷപ്രാപിക്കാൻ സാധിച്ചാൽ അതെൻ്റെ സുവിശേഷ വേലയായി മാറില്ലേ? ഇതാ ഇന്നത്തെ വചനം തരികയാണ്. സങ്കീർത്തനം 77:10. അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പല വിധത്തിലെ ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ ആയിട്ടാണ് വചനമാകുന്ന യേശുവിൻ്റെ മുമ്പിലായിരിക്കുന്നത്. ഭംഗിയില്ലാത്തതുകൊണ്ടാണോ? സൗന്ദര്യമില്ലാത്തതുകൊണ്ടാണോ? കഴിവില്ലാത്തതുകൊണ്ടാണോ? സമ്പത്തില്ലാത്തതുകൊണ്ടാണോ? വചനം പറയുന്നു, ദൈവത്തിൻ്റെ ശക്തി എനിക്ക് പ്രകടമാക്കാൻ സാധിക്കാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. നന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല തിന്മയാണ് ചെയ്തു പോകുന്നത്. നല്ലത് കാണാൻ ഞാൻ കൊതിക്കുന്നു, പക്ഷേ മോശമായതാണ് ഞാൻ കാണുന്നത്. നല്ലത് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഏറ്റവും മോശമായതാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. വചനം അനേകരിലേക്ക് എത്തിക്കാൻ ഞാൻ കൊതിക്കുന്നു, എന്നാൽ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ദൈവശക്തി എന്നിലുണ്ട്, എന്നാലും എന്നെക്കൊണ്ട് നന്മയായത് പ്രവർത്തിപ്പിക്കുന്നില്ല. അതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. ദൈവമേ, ഞാൻ പാപിയാണ്, എന്നോട് കരുണ തോന്നണമേ. എന്നിലും മന്ദതയുണ്ട്, അലസതയുണ്ട്, ജഡികാസക്തികളുണ്ട്, ധനമോഹം ഉണ്ട്. ഇവയെല്ലാം നീ എടുത്തു മാറ്റി അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാനായിട്ട് നീ എന്നോട് കരുണ തോന്നണമേ. പല വിധത്തിൽ ദുശ്ശീലങ്ങളിൽ അകപ്പെട്ടവർ, മദ്യലഹരിയിൽപ്പെട്ടവർ, പുകവലി സ്വഭാവമുള്ളവർ, തെറ്റായ സ്നേഹബന്ധമുള്ളവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, അശ്ലീലമായ സ്വഭാവങ്ങളുള്ളവർ, നിരാശയുള്ളവർ, പാപകരമായ ബന്ധം ഉള്ളവർ, നീരസം, വെറുപ്പ്, പ്രതികാരം എന്നിവയുള്ളത്. ഇതൊക്കെ മൂലമായിട്ടാണ് ദൈവശക്തി എനിക്ക് പ്രകടമാകാൻ സാധിക്കാത്തത്. ദൈവമേ, ഞാൻ നിന്നെ ശരണം വയ്ക്കുന്നു. എന്ത് വില കൊടുത്തും, എന്ത് ത്യാഗം കൊടുത്തും, എന്ത് പരിഹാരം ചെയ്തും ദൈവത്തിൻ്റെ ശക്തി എനിക്ക് പ്രകടമാകാൻ ഞാൻ കൊതിക്കുന്നു. എന്നോട് കനിവ് തോന്നണമേ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഇത് ഷെയർ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന സർവ്വ മക്കളോടും അത് എത്തിച്ചേരുന്നവരുടെ അടുത്തും ദൈവാനുഗ്രഹം വന്ന് നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.